ആളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഈ ഗ്ലൂട്ടോതൈൻ പ്ലസ് വൈറ്റമിൻ സി ടാബ്ലറ്റ്. ഞാൻ നേരത്തെ ഡാർക്ക് സ്കിൻ ടോൺ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ ഫുൾ ബോഡിയാണ് ബ്രൈറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അപ്പോൾ അതിൽ കൂടുതൽ ഇതുപോലുള്ള ആന്റി ഓക്സിഡൻസ് കഴിച്ച് താഴോട്ട് താത്താൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം, അതായത് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ക്രീംസും യൂട്യൂബിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അത് നല്ലതാണെന്ന് വിചാരിച്ച് മുഖത്തൊക്കെ തേക്കാറുണ്ട്. ഇത് കാരണം പല പ്രശ്നങ്ങളും ഈ ഇടയ്ക്ക് ഉണ്ടായതൊക്കെ നിങ്ങൾ അറിഞ്ഞാണ്. കോഴിക്കോട് കുറച്ച് വ്യക്തികൾക്ക് വൃക്ക തകരാറ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ്, അതായത് നമ്മുടെ ബ്യൂട്ടി വ്ളോഗേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ആ ബ്യൂട്ടി വ്ളോഗേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ട് പല സാധനങ്ങളും അത് ഉപയോഗിച്ചതിൻ്റെ ശേഷം പണി കിട്ടിയ ഒരുപാട് ആൾക്കാർ, ഇത് എൻ്റെ ഇൻബോക്സിൻ്റെ അകത്തും മറ്റുള്ളവരുടെ മറ്റേ ഈ റിയാക്ഷൻ ചാനൽസിൻ്റെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അതായത് ഈ തരം പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത് വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതോടൊപ്പം ആൾക്കാരെ പച്ചക്ക് ചീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സുള്ള ആൾക്കാർക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു തെളിവും കൂടെ പറഞ്ഞുതരാം. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ചില എന്താ പറയുക അക്കൗണ്ട് ഹാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന കുറേയധികം ആൾക്കാരുടെ സംഭവമൊക്കെ വന്നിരുന്നു. പ്യൂർ മലയാളത്തിലേക്കൊക്കെയാണ് കേട്ടോ ഹാക്കർമാരെ ഇറക്കിയിട്ട് കളിക്കുന്നത്. എനിവേ, നടക്കട്ടെ പരിപാടികൾ. ഇനി ഞാൻ നിൽക്കുന്ന മേഖല എന്താണ് എന്ന് അറിയാതെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ വിട്ടിട്ട് എൻ്റെ ചാനലും അല്ലെങ്കിൽ എൻ്റെ ഈ മൊത്തം സംഭവം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ നടക്കട്ടെ, പരിപാടി നടക്കട്ടെ, നമുക്ക് നോക്കാം ഏതുവരെയൊക്കെ പോകുന്നു. ഇനി അടുത്ത കാര്യം, ഇനി വിഷയത്തിലേക്ക് വരാം. നിങ്ങളിപ്പം ഈ കാര്യത്തിന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഗ്ലൂട്ടാത്തോൺ ക്യാപ്സ്യൂൾ, ടാബ്ലറ്റ്, ചൂയിങ് ഗമ്മ, എന്തൊക്കെയോ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തരത്തിൽ നിങ്ങളെ വിളിപ്പിക്കാൻ കുറേ ആൾക്കാർ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അവരാരൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാമോ? അതായത് പ്രമുഖരായിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരുടെ പേരും ഇത് കേൾക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ കേട്ട പേര് കുറച്ചധികം ആൾക്കാരുടെ പേരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം എന്തായാലും ഇത് ഉപയോഗിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ആ പറഞ്ഞ ഇൻഫ്ലുവൻസർ ആരാണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഇതിനകത്തൊരു ഡോക്ടറിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഇത് കഴിച്ചവർക്ക് കിട്ടുന്ന പണിയെക്കുറിച്ചും നിങ്ങളെല്ലാവരും എവിടോട്ടാണ് പോകണമെന്നറിയാമോ? വളരെ ഗുരുതരമായ രോഗങ്ങളിലേക്കാണെന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. വീഡിയോ മുഴുവൻ കാണുമ്പോഴേക്കും മനസ്സിലാവും. അതിന് മുമ്പ് ആദ്യം ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചു എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് പറയുന്ന ആൾക്കാർ അവരുടെ വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം ബാക്കി ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ആളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഈ ഗ്ലൂട്ടോതൈൻ പ്ലസ് വൈറ്റമിൻ സി ടാബ്ലറ്റ്. ജാപ്പനീസ് ഗ്ലൂട്ടോതൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. 250 ml വാട്ടറിനകത്ത് പെർ ഡേ 1 ടാബ്ലറ്റ് എന്ന രീതിയിലാണ് കൺസ്യൂം ചെയ്യാനുള്ളത്. ഒരു ടാബ്ലറ്റിൽ 500 mg ഗ്ലൂട്ടോതൈൻ പ്ലസ് 40 mg വൈറ്റമിൻ സി ആണുള്ളത്. ലൈം ആൻഡ് സ്ട്രോബെറി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഓക്കെ, ഇത് ഡാനീസ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇനി അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഇത് ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ എന്താണ് ഈ ക്യാപ്സ്യൂൾ ടൈപ്പ് പോലെ എന്തൊക്കെ സംഭവമാണ്. എനിവേ, എന്തായിരുന്നാലും ഇതുപോലെ പല തരത്തിൽ ഈ സാധനം ആൾക്കാരുടെ മുമ്പിലേക്ക് പ്രൊമോഷനായിട്ട് വന്നു, നിങ്ങളുടെ മുമ്പിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ അധികം ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അത് കുറച്ച് കൂടുതൽ പറയാനുണ്ടാവും. ഇനി ഈ ഗ്ലൂട്ടാത്തോണിൻ്റെ സവിശേഷതകളും ഗ്ലൂട്ടാത്തോൺ എന്താണെന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഇൻഫ്ലുവൻസറിന്റെ ഒരു വീഡിയോ കാണാം. അത് വേറെ ഒന്നിനെ കുറിച്ചല്ല, നിങ്ങൾ എല്ലാവരും ചോദിച്ച ആ ഒരു സീക്രട്ട് ഓയിലിനെ കുറിച്ചാണ്. എന്റെ സ്കിൻ ടോൺ ഇത്രയും ബ്രൈറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ആ ഒരു ഓയിലിന്റെ ഇവിടെ കാണുക. ഈ കുട്ടിയുടെ നേരത്തെ കളർ എന്ന് പറയുന്നത് അവർ കാണിക്കുന്നത് പ്രകാരം നിറം വെളുപ്പ് കുറവായിരുന്നു എന്നാണ്. ഓക്കെ, നിറമില്ലായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് വെളുത്തതല്ലായിരുന്നു. ഇപ്പോൾ അവർ വെളുത്തിരിക്കുന്നു എന്നാണ് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പഴയ കാലത്തെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടല്ലോ, വളരെ ഇതായിട്ട് ഇപ്പൊ കളർ വെച്ചു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ ഡാർക്ക് സ്കിൻ ടോൺ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഫുൾ ബോഡിയാണ് ബ്രൈറ്റ് ആയിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചേക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബ്രൈറ്റനിങ് ഓയിൽ. ഇത് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ആക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഡാർക്ക് സ്കിൻ ടോൺ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ ഫുൾ ബോഡിയാണ് ബ്രൈറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവർ പറയുന്നത് ഇവർ നേരത്തെ ഡാർക്ക് സ്കിൻ ടോൺ ആയിരുന്നു, ഇപ്പോൾ അവർ ഫുൾ ബോഡി ബ്രൈറ്റായി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരുടെ ആ ഒരു ഫേസും അവരുടെ കൈകളിലും തമ്മിൽ അവർ തന്നെ വച്ചേക്കുന്ന ഒരു ഇത് കാണുമ്പോൾ അതിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഇനി എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. കറുത്ത നിറമുള്ളത് അല്ല ഭംഗി, വെളുത്ത നിറമുള്ളതാണ് ഭംഗി. കറുപ്പ് അഭംഗി, വെളുപ്പ് ഭംഗി എന്നുള്ളതാണ്. അപ്പോൾ ബ്യൂട്ടി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഈക്വൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറ്റായിട്ട് മാറുന്നു, വെളുപ്പായിട്ട് മാറുന്നു. അത് എന്ത് തരത്തിലുള്ള ഒരു സംഭവമാണ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്? എത്ര അപകടകരമായിട്ടുള്ള കാര്യമാണ്. പുതിയ തലമുറകളിലേക്കും അത് പാസ് ചെയ്ത് പോകുന്നത്. ഞാൻ പണ്ട് കറുത്തിരുന്നു, അതായത് ഇന്ന് ഇപ്പം കറുത്ത നിറമുള്ളതോ അല്ലെങ്കിൽ ഇപ്പം അത്രയും വൈറ്റ് കളർ അല്ലാത്ത കുട്ടികളോ ഒക്കെ സ്കൂളിലേക്ക് പോകുന്ന ആ കുട്ടികൾ ഇത് കേൾക്കുവാണെങ്കിൽ കറുത്തത് വളരെ മോശമാണ്, അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ വെളുക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു സൃഷ്ടിക്കുകയാണ്. ഇത് ശരിയാണോ? നോട്ട് ഓൺലി ഹെർ, ഇവർ മാത്രമല്ല, ഗ്ലോ വിത്ത് വിസ് എന്നാണ് ഈ ഒരു ചാനലിൻ്റെ പേര്. അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടാവും. അപ്പം നിങ്ങൾ അവരുടെ പേര് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള സാധനങ്ങൾ നിരന്തരം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇനി എന്തായിരുന്നാലും അവർ പറയുന്ന എൻ്റെ ഒരു ഉദ്ദേശം മനസ്സിലായി. നേരത്തെ ആണെങ്കിൽ ഒരാൾ മറ്റേ ഒരു ടാബ്, ഇപ്പോൾ വേറൊരാൾ സ്കിന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഓയിൽ, ക്യാരറ്റ് ഓയിൽ അങ്ങനെ സംതിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡോക്ടർ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം കൂടെ കേൾക്കണം. കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. വെളുക്കാൻ ശ്രമിക്കുന്നവരാണ് മിക്ക ആളുകൾ.
വെളുക്കാൻ ശ്രമിക്കുന്നവരാണ് മിക്ക ആളുകൾ. കറുപ്പിനും വെളുപ്പിനും ഒരേ അഴകാണെന്നൊക്കെ പറയുമെങ്കിലും മിക്ക ആളുകളും വെളുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട്, പലതരത്തിലുള്ള ക്രീമുകൾ മുഖത്ത് തേക്കാറുണ്ട്, ബ്ലീച്ച് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പല ക്രീംസും യൂട്യൂബിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അത് നല്ലതാണെന്ന് വിചാരിച്ച് മുഖത്തൊക്കെ തേക്കാറുണ്ട്. ഇത് കാരണം പല പ്രശ്നങ്ങളും ഈ ഇടയ്ക്ക് ഉണ്ടായതൊക്കെ നിങ്ങൾ അറിഞ്ഞാണ്. കോഴിക്കോട് കുറച്ച് വ്യക്തികൾക്ക് വൃക്ക തകരാറ്. ഡോക്ടറാണ് പറയുന്നത്, ഇതൊരു ഡോക്ടറാണ് പറയുന്നത്, ഡോക്ടർ ഡാനിഷ് സലീം. ഞാൻ വളരെയധികം ഫോളോ ചെയ്യുന്നൊരു ചാനലാണ്. കാരണം എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇത് ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ്. കാരണം ആ പുള്ളി വളരെ വ്യക്തമായി ലൈഫ് സ്റ്റൈല് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, നമ്മൾ അനാവശ്യമായിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ അധികം കോസ്മെറ്റിക് പ്രോഡക്ട്സ് മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത്, സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ദൂരവ്യാപകമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അത് മുൻകൂട്ടി തന്നെ പറഞ്ഞു തരുന്നൊരു നല്ലൊരു ഡോക്ടർ. അദ്ദേഹം അത് വ്യക്തമായി തന്നെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാവരും വെളുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ചിന്തയെ മാറ്റുന്നതിൽ ഇവിടുത്തെ സെലിബ്രിറ്റീസ്, നോട്ട് ഓൺലി ഇൻഫ്ലുവൻസേഴ്സ്, ഇവിടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സീരിയൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അടക്കം പല ആൾക്കാരും ഇന്ന് ഈ പറയുന്ന സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് ദേ വോണ്ട് മണി. ഓക്കെ, ഓൺലി ഫോർ മണി, മേക്കിംഗ് മണി എന്നുള്ള സംഭവത്തിലേക്ക് മാറി. നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ടായിരുന്നാലും നമുക്ക് അങ്ങ് ജീവിക്കണം. എനിക്കിത് സുഖം കിട്ടുള്ളൂ. ഏതൊരു സിനിമയിലകത്ത് പുള്ളിക്കാരൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കാര്യം. ബാക്കി എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ്, കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് ക്യാൻസർ സർജനാണ്. ഈ നമ്മുടെ സ്കിൻ കളർ അത് വെളുത്തോ കറുത്തോ ഇരിക്കുന്നത് നമ്മുടെ ആ സ്കിന്നിൽ എത്രമാത്രം മെലനിൻ ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്തിനാണ് ഈ മെലനിൻ നമ്മുടെ ശരീരത്തുണ്ടാകുന്നത്? നമ്മളെപ്പോലെയുള്ള ഭൂമധ്യരേഖയുടെ സമീപത്ത് താമസിക്കുന്നവർക്ക് ധാരാളം സൺ എക്സ്പോഷർ വരും. അതുപോലെ തന്നെ ഈ നേരിട്ടുള്ള നമ്മുടെ ഭൂമിയും സൂര്യനുമായിട്ടുള്ള ലെങ്ത് കുറവായതുകൊണ്ട് ധാരാളം UV റേസും ഇവിടെ വീഴുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ UV റേസിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് ഈ മെലനിനാണ്. അതുകൊണ്ടാണ് ഭൂമധ്യരേഖയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് കൂടുതൽ മെലനിനുള്ളതും. അപ്പോൾ മനസ്സിലായല്ലോ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നിറം കൂടിയിരിക്കുന്നു എന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലാക്കാണല്ലോ, അതായത് സൂര്യനിൽ നിന്നും വരുന്നിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളും മറ്റുള്ള സംഭവങ്ങളും, അഥവാ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ നമ്മുടെ ബോഡിയിലേക്ക് കടക്കുന്നതിന് അതിനെ നമ്മൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ബോഡിയുടെ ഒരു ചെറുത്തുനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ മെലാനിനാണ് നമ്മളെ ആ ഒരു കാര്യത്തിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. മെലാനിൻ്റെ കൂടുതൽ ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഈ നാട്ടിലുള്ള ആൾക്കാർക്കാണ്. പല വെസ്റ്റേൺ കൺട്രീസിലെന്ന് വെച്ചാൽ ആൾക്കാർ വെളുത്ത വർഗ്ഗക്കാരെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അവർക്ക് മെലാനിൻ കുറവുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മളിവിടെ ചിന്തിക്കുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയൊക്കെ ഇത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കറുത്തിരിക്കുന്നു. സപ്പോസ് നമ്മൾ സായിപ്പിനെ പോലെ വെളുത്തിരുന്നെങ്കിൽ, മെലനിൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പലരും ഈ ആയുസ് എത്താതെ സ്കിൻ ക്യാൻസർ വന്ന് മരിച്ചേനെ. നമ്മുടെ ഇവിടെ സ്കിൻ ക്യാൻസർ കുറവാണ്. എന്നാൽ ഈ ഓസ്ട്രേലിയ പോലെയുള്ള വെളുത്ത ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, സ്കിൻ ക്യാൻസറിന്റെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മെലനിൻ എന്ന് പറയുന്ന നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ആവശ്യമുള്ള ഒരു സാധനമാണ്. ഇത്രയും ബേസിക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഗ്ലൂട്ടാത്തയോൺ, അപ്പോൾ സാറ് പറഞ്ഞ അല്ലെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞ കാര്യം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. അതായത് മെലനിൻ്റെ അളവ് കുറഞ്ഞ ഈ പറഞ്ഞ സൂര്യപ്രകാശം ഏൽക്കാതെ ശരീരത്തിൻ്റെ അത് മെലനിൻ കുറഞ്ഞ് വളരെ വെളുത്തിരിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൻ്റെ അകത്ത് അവർക്ക് വരുന്ന ക്യാൻസറിൻ്റെ അളവ് കൂടുതൽ. ഒരു ഡോക്ടറാണ് പറയുന്നത്. അദ്ദേഹം ക്യാൻസറിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടർ, കാരിത്താസ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടറാണ്. അദ്ദേഹം വ്യക്തമായി പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാധാരണക്കാർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർക്കുക, ഈ ഗ്ലൂട്ടാത്തയോൺ കഴിച്ചുണ്ടാകുന്ന ഈ സ്കിൻ കളർ വ്യത്യാസം അല്ലെങ്കിൽ സ്കിൻ ടോൺ മാറുന്നത് ഗ്ലൂട്ടാത്തയോൺ കഴിപ്പ് നിർത്തുമ്പം പൂർവ്വസ്ഥിതിയിലേക്ക് മാറും. അപ്പോൾ അതൊരു ടെമ്പററി എഫക്റ്റ് മാത്രമാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഗ്ലൂട്ടാത്തയോൺ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ഒരു ചെറിയൊരു പ്രസരിപ്പ് നമ്മുടെ ഇതിനകത്ത് ഷെയ്ഡ് കുറച്ച് ചേഞ്ചസ് വരുള്ളൂ. അതിനുശേഷം അത് നിർത്തുന്ന സമയത്ത് അത് മാറും എന്നുള്ളതാണ്. എന്നാൽ ഈ ഫ്രീ റാഡിക്കൽസ് ഒരു പരിധി വിട്ട് താഴോട്ട് പോകുന്ന അവസ്ഥ, അതായത് ഞാൻ പറഞ്ഞ ഈ റിഡക്റ്റീവ് സ്ട്രെസ്, അങ്ങനെ അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ കോശങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തൊട്ട്, അതായത് രണ്ട് സൈഡിലുള്ള കോശങ്ങൾ തമ്മിൽ ഇൻഫർമേഷൻ അങ്ങോട്ടും പാസ് ചെയ്യുന്നതിന് തൊട്ട് നമ്മുടെ ശരീരത്തിലെ നോർമൽ രോഗപ്രതിരോധ ശേഷി വരെ ഈ ഫ്രീ റാഡിക്കൽസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അതായത് ഒരു പരിധി വരെ ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, അത്യാവശ്യമാണ്, നോർമൽ ഫംഗ്ഷനിങ്ങിന് ആവശ്യമാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഇതുപോലുള്ള ആന്റി ഓക്സിഡൻസ് കഴിച്ച് താഴോട്ട് താത്താൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം, അതായത് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ജഡ് സോഡാണ്. അതിന്റെ യാഥാർത്ഥ്യം, അതായത് ഈ ഒരു സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് നിരന്തരം ഇത് വെളുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ നിങ്ങളുടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകത്തില്ല. അവർക്ക് ആ കമ്പനികൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കുകയാണ് ഈ സാധനം. അവർ ചിലപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വായിക്കാത്തിട്ട് ചിലപ്പോൾ തുപ്പി കളഞ്ഞാലും പോയി. പക്ഷേ നിങ്ങൾ അവരെ വിശ്വസിച്ചുകൊണ്ട് ഈ സാധനം വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. ഇത് കണ്ടിന്യൂസ്ലി നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ള കാര്യം നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും വളരെ വലുതായിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഗ്ലൂട്ടാത്തയോൺ റെഗുലറായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഗുണത്തിലേറെ അത് ദോഷമായിട്ട് തന്നെ സംഭവിക്കും എന്നുള്ള കാര്യമാണ്.
അതായത് ഇത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് എന്നുള്ളത് ഇതിന്റെ പ്രൊമോട്ടേഴ്സ് പറയില്ല. ഈ കൂടിയാൽ മാത്രമുള്ള പ്രശ്നം മാത്രം പറയും, എന്നിട്ട് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് ഒരു ബാലൻസിൽ പോകേണ്ട കാര്യമാണ്. ഫ്രീ റാഡിക്കൽസ് ഒരു പരിധിയിൽ കൂടുതൽ കൂടാനും പാടില്ല, അതിൽ കൂടുതൽ കുറയാനും പാടില്ല. ഇത് ഒരു ബാലൻസിൽ പോകണം. അപ്പം ഇതുപോലെയുള്ള മരുന്നുകളൊക്കെ ഒരു അഡ്വൈസ് ഇല്ലാതെ വെറുതെ വാങ്ങി കഴിച്ചാൽ നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക. ഓക്കെ അപ്പം ഒരു അഡ്വൈസ് ഇല്ലാതെ ഈ സാധനം വാങ്ങി കഴിച്ചാൽ പണി കിട്ടും, ഡോക്ടറെ കണ്ടിട്ട് വാങ്ങി. ഇത് ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞ ക്യാൻസർ ഹീറോ ഡോക്ടർ ജോജോ വി ജോസഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം കാരിറ്റാസ് മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസറോ അതിൻ്റെ ഒരു സീനിയർ ഡോക്ടറാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് ചെയ്യുന്ന ഒരു സർജൻ എന്തോ ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് ഏറ്റവും മുഖവിലേക്ക് എടുക്കാം. അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഡാനിഷ് ഡോക്ടറിലെ. അപ്പം ഇങ്ങനെ കുറച്ചധികം ആൾക്കാർ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ടും ഈ ഒരു സാധനം ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ വരുന്ന ഇപ്പം ക്യാൻസർ ഹീറോ ഡോക്ടർ ജോജോ വി ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹം 10 ദിവസത്തിന് മുമ്പ് ഗ്ലൂട്ടാത്തോൺ ഒരു ഹൈപ്പ് മാത്രമോ ആക്ട് ബിഫോർ യു ടേക്ക് ഗ്ലൂട്ടാത്തോൺ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇത് കൊടുത്തേക്കുന്നു. സോ ഈ സാധനം ഈ ഒരു വീഡിയോ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ പോലും ശരിക്കും പറഞ്ഞാൽ അധികം ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ആശങ്കാജനകവും വിഷമിപ്പിക്കുന്നതാണ്. കാരണം 29,000 പേര് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ചിലപ്പോൾ കണ്ടവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവാം, പക്ഷേ ഇത് കൂടുതൽ പേര് കാണണം. ഓക്കെ, എന്തായാലും ഞാനിത് എൻ്റെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അത് ഇപ്പം തന്നെ അങ്ങ് ഷെയർ ചെയ്യാം. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർ കാണണം. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം ആൾക്കാർ. മസ്റ്റ് വാച്ച്. ഓക്കെ, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണണം എന്നുള്ളത് എൻ്റെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് പോയി ഗ്ലൂട്ടാത്തോൺ കഴിച്ച് സ്കിൻ വെളുക്കുന്നതിനും ഡീടോക്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിതെല്ലാം മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഡോക്ടർ ഇന്നത്തെ ന്യൂജൻ ഇതുപോലെ സൺസ്ക്രീൻ ലാപ്പ് ഇല്ലാതെ ഉപയോഗിക്കുന്നു. അടച്ചിട്ട റൂമിലും സൺസ്ക്രീൻ ഇല്ലാതെ ഇരിക്കില്ല. രാത്രി മുഖം ക്ലീൻ ചെയ്ത് നാച്ചുറൽ സ്കിൻ റിപ്പയർ കൊടുക്കാതെ അപ്പോഴും ക്രീം പുരട്ടി കിടക്കുന്നു. ചില സോഷ്യൽ മീഡിയ ഡെർമറ്റോളജിസ്റ്റിൻ്റെ പ്രൊമോഷൻ വീഡിയോ ആണ് ഇതിനെല്ലാം കാരണം. ഈ സൺസ്ക്രീനിൻ്റെ അമിത ഉപയോഗത്തെക്കുറിച്ചൊരു വീഡിയോ എഡിറ്റ് ചെയ്യാമോ ഡോക്ടർ പ്ലീസ് എന്ന് പറയുന്നു അദ്ദേഹം തൊഴുത്തിക്കും. ശരിയാണ്, ഞാൻ ചോദിക്കാനും ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കാരണം അഥവാ ബ്യൂട്ടി എന്താ പറയുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് മറ്റ് പല എന്താ പറയുക ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന സെലിബ്രിറ്റീസും കാരണം ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾക്ക് അധികം വൈകാതെ നിങ്ങൾ ഒരിക്കലും വരാതിരിക്കട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു അഡ്വൈസ് ഡോക്ടർമാരുടെ സൈഡിൽ നിന്നൊന്നും കിട്ടാതെ നിങ്ങൾ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ക്യാൻസർ ആണെന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അല്ലെങ്കിൽ കിഡ്നി അടിച്ചു പോകുന്ന അടക്കമുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പ്ലീസ് മനസ്സിലാക്കുക. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുക. ഈ ഓൺലൈൻ ഇൻഫ്ലുവൻസർ മറ്റേ ഡെർമറ്റോളജിസ്റ്റുകൾ സോ കോൾഡ് ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന അവരല്ല, അത് പ്രൊഫഷണലായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി നിങ്ങൾ കൺസൾട്ട് ചെയ്ത് വേണം നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഓയിൽമെൻറ്റ് പോലും തേക്കാൻ. അത് സ്കിൻ വൈറ്റനിങ്ങിനായിക്കോട്ടെ, അതെന്തായാലും അവർ പറയത്തില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ അവരോട് പറയുക. അവരതനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ചിലപ്പോൾ ഫുഡിൽ മാറ്റം വരുന്നത് ശരിയാവും, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താൽ മാറ്റം വരും, ഉറക്കം കറക്റ്റായ മാറ്റം വരും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മാറേണ്ട കാര്യത്തിന് പകരം നിങ്ങൾ വളരെ ഗുരുതരമായ കാര്യങ്ങൾ ഇവർ പറയുന്നത് കേട്ട് പെട്ടെന്ന് ഒരു ഷോർട്ട് കട്ട് ഇവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവർക്കൊരു പ്രോഡക്റ്റ് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഇവർ പറയട്ടല്ലെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇവരെങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് സൂപ്പറാണ്, ഇതൊരു സൺസ്ക്രീൻ അടിപൊളിയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇത് നമ്മുടെ മുഖത്ത് ഗ്ലോ ചെയ്യാൻ നല്ലതാണ് എന്ന് പറയും. അടുത്ത ആഴ്ച എങ്ങനെയുണ്ട് മറ്റൊരു ബ്രാൻഡിൻ്റെ ഒരു കാര്യം അതേപോലെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്? എന്ത് എത്തിക്സ് ആണ് അതിനകത്തുള്ളത്? പറഞ്ഞേ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതായത് നിങ്ങൾ ചതിക്കപ്പെടുകയാണ് സുഹൃത്തുക്കളെ. പ്ലീസ്, നമ്മൾ കേരളം എല്ലാത്തിനും നമ്പർ ഒന്നാണെന്ന് പറയും, സാക്ഷരതയിൽ മുമ്പന്തിയിലാണെന്ന് പറയും. ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നതിലും പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നതിലും നമ്മൾ നമ്പർ ഒന്നാണെന്ന് പറയാതിരിക്കുന്ന നിവർത്തിയില്ല. അല്ലെങ്കിൽ ഈ പരിപാടി നടക്കത്തില്ലല്ലോ. ലിപ്സ്റ്റിക്കുകളുടെ ശേഖരം, അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഫെയർനെസ് ക്രീമുകളുടെ ശേഖരം, അതുപോലെ തന്നെ ഇതൊക്കെ വെച്ചുകൊണ്ട് അടയിരിക്കുന്ന കുറേയധികം സോക്കോൾഡ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഈ പറഞ്ഞ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഈ സാധനങ്ങളെല്ലാം ഇവർ ഉപയോഗിക്കുന്നതാണോ? ഇവരെവിടെയാണ് പോകുന്നത്? ഇവർ നല്ല കിടുക്കാച്ച് ഡോക്ടേഴ്സിന് നല്ല പൈസ കൊടുത്ത് കാണും. സ്കിൻ കെയറിനും റൊട്ടൈനിനും മറ്റുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായത് ചെയ്യും. നിങ്ങൾക്കൊന്നും അത് അഫോർഡബിൾ അല്ല. നിങ്ങൾ എന്നിട്ടും ഇവരുടെ ഈ ഫേസും ഇതൊക്കെ കണ്ടോ ഇപ്പം എന്ത് മാറ്റം? ഇവർ പറയുന്നത് ഇതേ മുഖത്ത് തന്നെ പല പ്രോഡക്റ്റ് ഇട്ടു എന്നാണ്. ഇവരിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവരത് ഒരെണ്ണെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് ഉടനെ തന്നെ കൈ കളയും. മറ്റത് ഈ ടീംസ് വാങ്ങിച്ചോളും. ഇനി QR കോഡ് മറ്റത് മറിച്ച് കോഡൊക്കെ പറയുമല്ലോ, ആ കോഡ് അനുസരിച്ച് വാങ്ങുന്നതനുസരിച്ച് അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളോട് എനിക്ക് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എനിക്ക് ഇതിനെക്കുറിച്ച് അഥവാ ഈ ബ്യൂട്ടി പ്രൊഡക്ട്സിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ കുറേ കമൻറ്റ്സ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. അതായത് ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞത് വിദേശ രാജ്യത്തുള്ള ആൾക്കാർ അധികം ഈ സാധനം ഇടത്തില്ല. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ ചില ആൾക്കാർ പറഞ്ഞതിനനുസരിച്ച് അപ്പോൾ ആ രാജ്യങ്ങൾ അങ്ങനെ ആയിരിക്കാം മേ ബി. എന്നാൽ ഭൂരിപക്ഷവും കുറേ അധികം ഞാനും സെർച്ച് ചെയ്തപ്പോൾ വിദേശ രാജ്യങ്ങൾ ആൾക്കാർ വളരെയധികം ഇത് ഉപയോഗിക്കുന്നുണ്ട്, കോസ്മെറ്റിക് ഐറ്റംസ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതെല്ലാം വളരെ വില കൂടിയ നല്ല കമ്പനികളുടെ നല്ല സാധനങ്ങളാണ്. എന്നാൽ അതിനും പ്രശ്നങ്ങളില്ലെന്ന് പറയാൻ പാടില്ല. പക്ഷേ ഇവിടുത്തെ എന്ന് വെച്ചാൽ വളരെ ചീപ്പ് റേറ്റിനുണ്ടാക്കുന്ന, വളരെ ചീപ്പായിട്ടുണ്ടാകുമ്പോൾ അതിനകത്തുണ്ടാകുന്ന കോണ്ടന്റുകൾ എന്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ
അബദ്ധങ്ങളിലേക്ക് ചെന്ന് എടുത്തു ചാടി വീഴരുത്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ. നിങ്ങൾ വെറുതെ ചെന്ന് പണി കിട്ടാൻ വേണ്ടി നിൽക്കരുത്. ഇൻഫ്ലുവൻസേഴ്സ് പൈസ വാങ്ങിക്കും, അവർ വലിയ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനൊക്കെ കണ്ട് അവർ നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുഖമൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചുകൊണ്ട് നടക്കും. നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടാണ് അവരുടെ മുഖമൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ വെളുത്തു തുടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് പണിയും കിട്ടും. പിന്നെ കുറേ അധികം ഹെറിഡിറ്ററി നമ്മളെ പാരമ്പര്യമായിട്ടും ഇത് വരും. ഈ പാരമ്പര്യമായിട്ട് കിട്ടുന്ന സാധനങ്ങളെ പലരും പറയുന്നത് ഞാൻ പണ്ട് കറുത്തിരുന്നു, പാരമ്പര്യമായിട്ട് അമ്മയോ അച്ഛനോ ഒക്കെ വെളുത്തിരിക്കുന്നത് കുട്ടികളുടെ വെളുപ്പായിട്ടൊക്കെ വരും. കണ്ടിട്ടില്ലേ പൂച്ചയും കണ്ടം പൂച്ചയും വെളുത്തിരുന്ന് കഴിഞ്ഞാൽ അടുത്ത അതിൻ്റെ കുഞ്ഞ് ഏതാണ്ട് വെളുത്തിരിക്കും. അതല്ല അത് കറുത്ത പൂച്ചയാണെങ്കിൽ ചക്കിപ്പൂച്ചയെ മറ്റേ പൂച്ച നോക്കും. അത് വിട്, വിഷയം ഇവിടുത്തെ സംഭവം മാറിപ്പോവും, വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോവും. സോ അതുകൊണ്ട് വെറുതെ കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുക. നിങ്ങൾ നല്ല ഏതൊരു ഡോക്ടർ പറഞ്ഞു മുമ്പ് കേട്ടിട്ടുണ്ട്, നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പച്ച വെള്ളം കൊണ്ട് മുഖം നന്നായിട്ടൊന്ന് തേച്ച് കഴുകുക. അതൊക്കെ ചെയ്താൽ തന്നെ കുറേയൊക്കെ മാറും. പിന്നെ സൂര്യപ്രകാശം നട്ടുച്ചയിൽ പോയിട്ട് ചെന്നിരുന്ന് കുത്തിയത് അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കണം. കോൺക്രീറ്റ് പണി ചെയ്യുന്നതും മറ്റുള്ള പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ, റോഡിൽ കിടന്ന് ടാർ ചെയ്യുന്ന ആൾക്കാരൊക്കെ എങ്ങനെ ആയിരിക്കണം നിൽക്കേണ്ടത്? സോ അതൊന്നും പറയാൻ നിവർത്തിയില്ല. നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ് നിങ്ങൾ എന്ത് ഉപയോഗിക്കണം എന്ത് ഉപയോഗിക്കേണ്ടത്, അത് വ്യക്തിപരം തന്നെയാണ്. ഞാൻ അതിൽ ഇടപെടുന്നില്ല. പക്ഷേ സുഹൃത്തുക്കളെ, വല്ലവരും ഒന്നും അറിയാതെ വന്ന് പറയുന്ന പ്രോഡക്റ്റുകളെ വാങ്ങിച്ചുപയോഗിച്ച് മൂഞ്ചിക്കൊണ്ട് പോകരുത് ലൈഫ്. നിങ്ങൾ ഡോക്ടേഴ്സിനെയോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊഫഷണൽസിനെയോ നിങ്ങൾ കൺസൾട്ട് ചെയ്ത് അവർ പറയുന്ന സാധനം ദയവായി വളരെ സെൻസിറ്റീവായിട്ടുള്ള ഫേസിലൊക്കെ അതൊക്കെ ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യപ്പെടും. പിന്നെ ഈ ജെന്യൂനായിട്ടുള്ളവരാണല്ലോ എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും. പക്ഷേ എന്താണ് യുവേഴ്സ് ബ്യൂട്ടിഫുൾ എന്താണ് റിൻസിയോ യുവർ ബ്യൂട്ടിഫുൾ റിൻസി അങ്ങനെ എന്തോ യു ആർ ബ്യൂട്ടിഫുൾ റിൻസി അങ്ങനെ ഒരു പേര് മാത്രമാണ് ജെന്യൂനായിട്ട് എല്ലാവരും പറയുന്നത്. വേറെ ഒരൊറ്റ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന സോക്കോൾഡ് ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ച് ഒരൊറ്റ നല്ല അഭിപ്രായം ഒരാളും പറയുന്നില്ല. യു ആർ ബ്യൂട്ടിഫുൾ റിൻസി അത് തന്നെയാണോ? ഞാൻ അതും കൂടെ കറക്റ്റ് ചെയ്യട്ടെ. യു ആർ ബ്യൂട്ടിഫുൾ റിൻസി, അതെ യു ആർ ബ്യൂട്ടിഫുൾ റിൻസി. ഈ ഒരു ചാനൽ ഞാൻ അവർക്ക് പ്രത്യേകിച്ച് പ്രൊമോഷൻ കൊടുക്കണമെന്നല്ല. ഈ ഒരു ചാനൽ ഇവരെക്കുറിച്ച് മാത്രമാണ് എല്ലാവർക്കും ഒരു ജെന്യൂൻ ഒപ്പീനിയൻ ഉള്ളത്. ബാക്കി ആരെക്കുറിച്ചും ഇല്ല. എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഇൻബോക്സിനകത്ത് വന്നൊക്കെ വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരാണ് നിങ്ങളെ ഈ പറഞ്ഞ പ്രോഡക്റ്റൊക്കെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ചെങ്കിൽ പണി കിട്ടിയിട്ടുള്ളത്? ആ പണിക്ക് നിങ്ങൾക്ക് കാരണക്കാരനായ ആ ഒരു ബ്യൂട്ടി വ്ളോഗർ ആരാണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്.